ഇന്നത്തെ കാലത്തെ കുട്ടികൾക്കൊന്നും ഈ ഉപ്മാവൊന്നും ഇത്ര ഇഷ്ടമാകില്ല. ഉപ്മാവൊക്കെ കഴിക്കുന്ന കുട്ടികൾ കുറവാണ് അല്ലേ? അത് ശരിയല്ലേ? ആന്നു. പിന്നെ നമ്മുടെയൊക്കെ വീടുകളിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ്, രാവിലെ എളുപ്പത്തിൽ മിക്ക ദിവസവും കാണുന്ന ഒന്നാണ് ഉപ്പുമാവ്. ഞാനും ഇതുപോലെ തന്നെ കുറച്ച് ഉപ്പുമാവൊക്കെ ഒന്ന് തയ്യാറാക്കാൻ പോവാണ്. അതിനെ കുറച്ച് കപ്പലണ്ടിയൊക്കെ ഒന്ന് വറുത്ത് വെച്ചതിന് ശേഷം റവയൊന്ന് വറുത്തെടുക്കണം. കപ്പലണ്ടി ചേർക്കുന്നത് ചുരുക്കം പേരെയുള്ളെന്ന് തോന്നുന്നു. എനിക്കിഷ്ടമാണ് കപ്പലണ്ടി ചേർക്കുന്നത്. അതൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ച് ചേർക്കുന്നത് നല്ലതാണ്. പിന്നെ കളർഫുള്ളായിട്ടുള്ള ഉപ്പുമാവൊക്കെ തയ്യാറാക്കേണ്ടത് അത് നല്ല ടേസ്റ്റിയാണ്. പക്ഷേ എൻ്റെ കയ്യിൽ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇല്ലാഞ്ഞതുകൊണ്ട് ഞാനിന്ന് സാധാരണ രീതിയിൽ കടുകും ഉള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയൊക്കെ ഇട്ടെന്നാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഫുൾ വീഡിയോ കൊടുത്തിട്ടുണ്ട്. പിന്നെ ജസ്റ്റായിട്ട് ഇതൊന്ന് അത് കാണാത്തവർക്ക് വേണ്ടി മാത്രമാണ്. ഇവിടെ ഞാൻ അല്പം പയറ് പരിപ്പ് ചേർത്തിട്ടുണ്ട്. ഉഴുന്ന് പരിപ്പിനെക്കാട്ടിലും ടേസ്റ്റാണ് പയറ് പരിപ്പ് ചേർക്കും. ഇത് ഞങ്ങൾക്കിവിടെ കിട്ടുന്നത്, നാട്ടിൽ കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. ഇതുപോലെ പയറ് പരിപ്പൊക്കെ ചേർത്ത് അതിനോടൊപ്പം ഉള്ളിയൊക്കെ ചേർത്ത് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുത്ത്, ഏറ്റവും ഇതിനകത്ത് മെയിനായിട്ട് ടേസ്റ്റ് വരുന്നത് ഇഞ്ചിയാണ്. ഇഞ്ചി ചേർത്തില്ലെങ്കിൽ എനിക്ക് ഉപ്പുമാവ് ഇഷ്ടമല്ല. ഇഞ്ചി ചേർത്തിട്ട് എപ്പോൾ ഉപ്പുമാവ് ഉണ്ടാക്കിയാലും അത് നല്ല ടേസ്റ്റി ആയിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ ഇഞ്ചി ചേർക്കാൻ മറക്കരുത്. ഇഞ്ചി ചേർത്ത് കൊടുക്കണം. പിന്നെ മഞ്ഞൾ ചേർക്കുന്നത് കുറവാണ്. ഞാനിവിടെ നിങ്ങൾക്ക് തയ്യാറാക്കുന്ന പോലൊക്കെ തന്നെയാണ് ഉപ്പുമാവ് തയ്യാറാക്കിയത്. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ അതൊന്ന് ഷോർട്ടാക്കി എടുത്തെന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ഉപ്പുമാവ് എനിക്ക് നല്ല ഇഷ്ടമാണ്. ഉപ്പുമാവിൻ്റെ കൂടെ സാമ്പാർ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഉപ്പുമാവ് സാമ്പാർ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാറുണ്ട്. അതുപോലെ തന്നെ കടലക്കറി ഇതൊക്കെ കൂടി ചേർത്ത് കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. അതിനൊപ്പം പിന്നെ അല്ലെങ്കിൽ ഷുഗർ ഇല്ലാത്തവർക്കാണെങ്കിൽ പഴം അങ്ങനെയൊക്കെയുള്ളത് ചേർത്ത് ഉപ്പുമാവ് കഴിക്കാൻ പറ്റും. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. നമുക്ക് വെള്ളമൊക്കെ ആവശ്യത്തിന് ചേർത്തിട്ട് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത് ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പം വറുത്ത് വെച്ചിരിക്കുന്ന റവ ഒന്ന് ചേർത്ത് കൊടുത്ത് ഉപ്പുമാവ് ഉണ്ടാക്കണം. നോർത്ത് ഇന്ത്യക്കാരുടെ ഉപ്പുമാവ് ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ? അത് ഒരിക്കലും റവ നല്ലവണ്ണം വറുക്കത്തില്ല. ജസ്റ്റ് ഒന്ന് ചൂടാക്കത്തേ ഉള്ളൂ തോന്നുന്നു. പച്ചക്കിരിക്കും. അത് പക്ഷേ അത്രയും ടേസ്റ്റ് വരത്തില്ല. പക്ഷേ അവർ ഈ റവ കൊണ്ടുണ്ടാക്കുന്ന പല സാധനങ്ങളുണ്ട് വേറെ മധുരമുള്ളത്. അതൊക്കെ നല്ല ടേസ്റ്റിയാണ്. അത് എനിക്ക് നല്ല ഇഷ്ടമാണ്. അതൊക്കെ കഴിച്ചിട്ടുണ്ട്. അതിനെ കഴിക്കാത്തവരുണ്ടെങ്കിലൊക്കെ ഇതുപോലെ ഹിന്ദിക്കാരുടെ ചാനലൊക്കെ നോക്കി അതുപോലെ തയ്യാറാക്കി നോക്കുക. റവ കൊണ്ട് അവരുണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ തയ്യാറാക്കി നോക്കുക, കഴിക്കുക. ഞാനിതെല്ലാം ഒന്ന് ഉപ്പുമാവൊക്കെ ഒന്ന് ചേർത്ത് അടച്ച് വെച്ച് ഒന്ന് ആവിയിലൊന്ന് വേകട്ടെ. പിന്നെ കുറച്ച് കപ്പലണ്ടിയൊക്കെ പൊടിച്ച് ചേർക്കുന്നുണ്ട്. കപ്പലണ്ടിയൊക്കെ പൊടിച്ച് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. നിങ്ങളിതുപോലെ തയ്യാറാക്കി നോക്കുക. പിന്നെ ഇതുപോലെ ഇവിടുത്തെ ചെറിയ വിശേഷങ്ങളും ഇതുപോലെ ചെറിയ ചെറിയ കുക്കിംഗ് വീഡിയോയുമായൊക്കെ എൻ്റെ അടുത്ത പ്രാവശ്യം വരുന്നതായിരിക്കും. അപ്പം അടുത്ത വീഡിയോ കാണാം. ഓക്കെ.